ഈ പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ ഞാൻ മിക്കവാറും എല്ലാ മലയാളികളിലെ ആൾക്കാരുടെയും പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പക്ഷേ ചില പുസ്തകങ്ങളിൽ ചില വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ കത്തി നിൽക്കും അല്ലേ. ബെന്യാമിൻ്റെ ഒരു പുസ്തകമുണ്ട്. ബെന്യാമിൻ്റെ ഒരു പുസ്തകം നിശബ്ദ സഞ്ചാരങ്ങൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഒരു വാചകമുണ്ട്, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ജീവിതം? നിങ്ങളുടെ പേരക്കിടാവിന് നിങ്ങളൊരു മുഖം മാത്രം, അവരുടെ മക്കൾക്ക് നിങ്ങളൊരു പേര് മാത്രം, അവരുടെ മക്കൾക്ക് നിങ്ങളൊരു ശൂന്യത മാത്രം. അത്രയേ ഉള്ളൂ. എൻ്റെ പേരക്കിടാവിനോട് ചോദിച്ചാൽ എൻ്റെ മുഖം അവന് ഓർമ്മയുണ്ടാവും. അവൻ്റെ മകനോട് ചോദിച്ചാൽ അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നു. അവൻ്റെ മകനോട് ചോദിച്ചാൽ അതായത് നമ്മുടെ ജീവിതം അത്രയും ചെറുതാണ്, വളരെ ചെറുത് ജീവിതം. ആ ബെന്യാമിൻ പറഞ്ഞ 3 വരികൾ ഞാൻ എപ്പോഴും ഓർക്കും. അത്രയേ ഉള്ളൂ ജീവിതം, അതിനും വലുതല്ല. അപ്പോൾ ആ ചെറിയ ജീവിതത്തിനിടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം. അതിന് നമ്മൾ വിവേകാനന്ദ സ്വാമിയുടെ അടുത്തോട്ട് പോകണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമുഖത്ത് മൃഗങ്ങളും പക്ഷികളും മരങ്ങളും എല്ലാവരും ജനിച്ചു മരിക്കുന്നു, മനുഷ്യനൊക്കെ. അങ്ങനെ മരിക്കാനാണോ നിങ്ങളും ഈ ഭൂമിയിലേക്ക് വന്നത്? അല്ല. ഞാനും നിങ്ങളും ഈ ഭൂമുഖത്തെ ചെറിയ ജീവിതം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടേതായ എന്തെങ്കിലും ഒരു തൂവൽ ഇവിടെ ഇട്ടിട്ട് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണത്. അങ്ങനെ ഒരു തൂവൽ വഴിയിൽ കിടന്ന് കിട്ടിയാൽ ഞാനെടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവിടെ ഇതുവഴി ഒരു പക്ഷി പറന്നു പോയിരുന്നുവെന്ന്. ഒരിക്കൽ കൂടി ആ തൂവലിനെ ഞാൻ പരിശോധിച്ചാൽ മനസ്സിലാവും അത് ഏത് പക്ഷിയായിരുന്നു എന്ന്. വീണ്ടും പരിശോധിച്ചാൽ മനസ്സിലാവും അത് എത്ര വയസ്സുള്ള പക്ഷിയായിരുന്നു എന്ന്. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ജീവിതം, ആ ജീവിതത്തിനിടയിൽ നമ്മുടേതായ ഒരു തൂവൽ ഈ ഭൂമുഖത്ത് ഇട്ടിട്ട് പോവുക എന്നതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം.